വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്ന് എടുക്കുന്നത് ആനിമൽ സെല്ലിൻ്റെ ഓർഗനൽസിൻ്റെ പോർഷനാണ് എടുക്കുന്നത്, ടോപ്പിക്കാണ് എടുക്കുന്നത്. ഇതിൻ്റെ പാർട്ട് വണ്ണിൽ സെല്ലിൻ്റെ സ്ട്രക്ചറിനെ പറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് പാർട്ട് 2 ആയിട്ട് ഞാൻ ഓർഗനൽസിൻ്റെ ഫങ്ഷനും സ്ട്രക്ചറുമാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ആനിമൽ സെല്ലിൻ്റെ പാർട്ടൊന്ന് നോക്കാം. എന്നാൽ എന്തൊക്കെയാണ് ഇതിൻ്റെ പാർട്സ് എന്നൊന്ന് നോക്കിയിട്ട് പോകാം. നെക്സ്റ്റിലോട്ട് കിടക്കാം. ദെൻ സെൽ മെംബ്രെയിൻ അല്ലേ. എന്താണ് സെൽ മെംബ്രെയിൻ? സെൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സെല്ലിനെ കവർ ചെയ്ത് കിടക്കുന്ന മെംബ്രെയിൻ, ആവരണമാണെന്ത് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ സെല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് എന്തുണ്ട്? ഒരു കവറിങ് ഉണ്ട്, മെംബ്രെയിൻ ഉണ്ട്. എന്താണത്? സെൽ മെംബ്രെയിൻ. ദെൻ ന്യൂക്ലിയസ്. സെല്ലിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് എന്ത് കാണപ്പെടുന്നു? ന്യൂക്ലിയസ് കാണപ്പെടുന്നു. ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്താണ്? ന്യൂക്ലിയസ് ആണ് സെല്ലിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിച്ച് നിർത്തുന്നത്. സെല്ലിനുള്ളിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ഓർഗൻ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ് സെല്ലിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിച്ച് നിർത്തുന്നത്. ന്യൂക്ലിയസിനുള്ളിൽ എന്ത് കാണപ്പെടുന്നു? DNA കാണപ്പെടുന്നു, നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽസ് കാണപ്പെടുന്നു. ആ ന്യൂക്ലിയസിനുള്ളിൽ ഒരു കുഞ്ഞു ബോഡി കാണപ്പെടുന്നു. എന്ത് കാണപ്പെടുന്നു? ഒരു കുഞ്ഞു ബോഡി കാണപ്പെടുന്നു. അതെന്താണ്? ന്യൂക്ലിയോലസ്. എന്താണത്? ന്യൂക്ലിയോലസ്. ദെൻ ന്യൂക്ലിയസിനോട് ചേർന്ന് തന്നെ എന്ത് കാണപ്പെടുന്നു? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കാണപ്പെടുന്നു. എന്താണത്? ന്യൂക്ലിയസിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്നത് എന്താണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ദെൻ മൈറ്റോകോൺട്രിയ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നു. സെൻട്രോസോം, ഗോൾജി ബോഡി, ലൈസോസോം ആൻഡ് സൈറ്റോപ്ലാസം എന്താണ്? ഈ സെല്ലിനുള്ളിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡാണ് അല്ലേ. എങ്ങനെയുള്ള ഫ്ലൂയിഡാണ് സെല്ലിനുള്ളിൽ കാണപ്പെടുന്നത്? ഇറ്റ്സ് ജെല്ലി ലൈക്ക് തിക്ക് ഫ്ലൂയിഡാണ് സെല്ലിനുള്ളിൽ കാണപ്പെടുന്നത്. ഈ ഫ്ലൂയിഡിനുള്ളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുവാണ് ബാക്കിയുള്ള സ്മോൾ ഓർഗൻസ്. ഇനി റൈബോസോം. നെക്സ്റ്റ് എന്താണ്? റൈബോസോം എന്താണെന്ന് അറിയപ്പെടുന്നു? പ്രോട്ടീൻ ഫാക്ടറി എന്ന് അറിയപ്പെടുന്നു. അപ്പം എന്തൊക്കെയാണ് ആനിമൽ സെല്ലിൻ്റെ പാർട്സ് എന്തൊക്കെയാണ്? പാർട്സ് ഓഫ് ദ സെൽ എന്ന് പറഞ്ഞാലും സെൽ മെംബ്രെയിൻ, സെല്ലിനെ കവർ ചെയ്തെന്തുണ്ട്? സെൽ മെംബ്രെയിൻ ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. അതിൻ്റെ മിഡിൽ പോർഷനിലായിട്ട് എന്ത് കാണപ്പെടുന്നു? ന്യൂക്ലിയസ് കാണപ്പെടുന്നു. സൈറ്റോപ്ലാസം ഉണ്ട്. സെല്ലിനുള്ളിലെ ഫ്ലൂയിഡാണ് എന്ത്? സൈറ്റോപ്ലാസം. ഓർഗനൽസ് എന്ന് പറഞ്ഞാൽ ഈ സൈറ്റോപ്ലാസത്തിനുള്ളിൽ കാണപ്പെടുന്ന സ്മോൾ ഓർഗനെയാണ് എന്തെന്ന് പറയുന്നത്? ഓർഗനൽസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ആ ഓർഗനൽസ്? ലിറ്റിൽ ഓർഗൻ അല്ലേ. ഓർഗനൽസ് എന്ന് വെച്ചാൽ ലിറ്റിൽ ഓർഗൻ. അപ്പോൾ ന്യൂക്ലിയോലസ്, സെല്ലിൻ്റെ ന്യൂക്ലിയസിനുള്ളിൽ കാണപ്പെടുന്ന സ്മോൾ ബോഡിയാണ് എന്ത്? ന്യൂക്ലിയോസ് റൈബോസോമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണുള്ളത്. ദെൻ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഞാൻ പറഞ്ഞു, ഈ ന്യൂക്ലിയസിന് തൊട്ട് താഴെ കാണപ്പെടുന്നതാണ് എന്ത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഗോൾജി ബോഡി, അത് ന്യൂക്ലിയസിൻ്റെ അടുത്തായിട്ട് കാണപ്പെടുന്നു. ലൈസോസോം, റൈബോസോം, ദീസ് ആർ ദ ഓർഗനൽസ്. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഫങ്ഷൻ എന്താണ് ഇതിൻ്റെ സ്ട്രക്ചർ എന്താണ്, ഫങ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ സെൽ മെംബ്രെയിൻ സെല്ലിനെ കവർ ചെയ്ത് കിടക്കുന്ന ആവരണമാണെന്ത്? സെൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ പ്രൊട്ടക്റ്റീവ് ഷീറ്റ് ദാറ്റ് എൻവലപ്പ് ദ സെൽ ബോഡി. എന്താണ്? ഇതൊരു പ്രൊട്ടക്റ്റീവ് ഷീറ്റാണ് അല്ലേ. അതെന്ത് ചെയ്യുന്നു? ഈ സെൽ ബോഡിയെ എൻവലപ്പ് ചെയ്ത് കിടക്കുന്നു. ഈ സെല്ലിനുള്ളിലെ പ്രൊട്ടക്റ്റീവ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സെല്ലിനുള്ളിലെ സൈറ്റോപ്ലാസം, അതായത് ഫ്ലൂയിഡ് അല്ലേ, സൈറ്റോപ്ലാസത്തിനെയും സെൽ ഓർഗനൽസിനെയും സ്മോൾ ഓർഗൻസിനെയും എല്ലാം എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നു. അപ്പോൾ ഈ സെൽ മെംബ്രെയിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് സെൽ മെംബ്രെയിൻ? പ്രോട്ടീൻസ്, ലിപ്പിഡ്സ് ആൻഡ് കാർബോഹൈഡ്രേറ്റ്. ദീസ് ആർ ദ കമ്പോണൻസ്. പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 55% പ്രോട്ടീൻസ് അടങ്ങിയിരിക്കുന്നു, ലിപ്പിഡ്സ് 40% ആൻഡ് കാർബോഹൈഡ്രേറ്റ് 5%. അപ്പോൾ കമ്പോസിഷൻ ഓഫ് സെൽ മെംബ്രെയിൻസ് ആർ പ്രോട്ടീൻസ്, ലിപ്പിഡ്സ് ആൻഡ് കാർബോഹൈഡ്രേറ്റ്. ദെൻ ഇനി നമുക്ക് സെൽ മെംബ്രെയിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് സെൽ മെംബ്രെയിൻ്റെ ഫങ്ഷൻ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷനാണ്. സെൽ മെംബ്രെയിൻ്റെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷനാണ്. ഇറ്റ് പ്രൊട്ടക്ട് ദ സൈറ്റോപ്ലാസം ആൻഡ് ഓർഗനൽസ്. എന്താണ്? ഇറ്റ് പ്രൊട്ടക്ട് ദ സൈറ്റോപ്ലാസം ആൻഡ് ഓർഗനൽസ് പ്രസൻറ്റ് ഇൻ ദ സെൽ. അതായത് സെല്ലിനുള്ളിൽ കാണപ്പെടുന്ന ഓർഗൻസിനെയും സൈറ്റോപ്ലാസത്തിനെയും എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നു. സെലക്റ്റീവ് പെർമിയബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഈ സെല്ലിനെ കവർ ചെയ്ത് എന്തുണ്ട്? സെല്ലിനെ കവർ ചെയ്ത് ബ്ലഡ് കാപ്പിലറീസ് കാണപ്പെടുന്നു. എന്ത് കാണപ്പെടുന്നു? ഈ സെല്ലിനെ കവർ ചെയ്ത്
സെല്ലിനെ ചുറ്റിപ്പറ്റി എന്ത് കാണപ്പെടുന്നു? ബ്ലഡ് ക്യാപ്പിലറീസ് കാണപ്പെടുന്നു. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും, സെല്ലിലും ടിഷ്യൂവിലും ഓർഗൻസിലും എല്ലാ ഭാഗങ്ങളിലും ഈ ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ എത്തിച്ചു കൊടുക്കുന്നത് ത്രൂ ദ ബ്ലഡ് സർക്കുലേഷൻ ആണ് അല്ലേ? ബ്ലഡിൽ സർക്കുലേഷൻ വഴിയാണ് എല്ലാ പോർഷനിലേക്കും എന്തെത്തിച്ചു കൊടുക്കുന്നത്? ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ എത്തിച്ചു കൊടുക്കുന്നത്. അപ്പം എന്താ പറയുന്നത്, എല്ലാ ഭാഗത്തും എന്ത് കാണപ്പെടുന്നു? ഈ ബ്ലഡ് വെസൽസിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് വെസൽ എന്ന് പറയുന്നത് എന്താണ്? ടൈനി നെറ്റ്വർക്ക് ഓഫ് ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നത് ക്യാപ്പിലറീസ് ആണ് അല്ലേ? അപ്പോൾ എല്ലായിടത്തും എന്ത് കാണപ്പെടുന്നു? ക്യാപ്പിലറീസ് കാണപ്പെടുന്നു. ക്യാപ്പിലറീസിൽ എന്തുണ്ട്? സ്മോൾ സ്മോൾ ഹോൾസ് ഉണ്ട് അല്ലേ? ഈ ഹോൾസിനുള്ളിൽ കൂടി എന്ത് നടക്കും? എക്സ്ചേഞ്ച് നടക്കും അല്ലേ? അപ്പം ഈ ബ്ലഡിലുള്ള കണ്ടൻറ്റ് എവിടേക്കാണോ ആവശ്യം അങ്ങോട്ട് എന്ത് ചെയ്യും? ഡിഫ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ഇതിനെ ചുറ്റിപ്പറ്റി എന്ത് കാണപ്പെടുന്നു? സെല്ലിനെ ചുറ്റിപ്പറ്റി ബ്ലഡ് ക്യാപ്പിലറീസ് കാണപ്പെടുന്നു. ഇനിയും ഈ ബ്ലഡ് ക്യാപ്പിലറീസിൽ നിന്ന് ആവശ്യമുള്ള ഘടകങ്ങളെയൊക്കെ ആവശ്യമുള്ള ഘടകങ്ങളെ മാത്രം സെലക്ട് ചെയ്ത് സെൽ മെംബ്രെയിൻ വഴി സെല്ലിനുള്ളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഫംഗ്ഷനാണ് സെലക്റ്റീവ് പെർമിയബിലിറ്റി അല്ലേ? സെക്കൻഡ് ഫംഗ്ഷൻ സെൽ മെംബ്രെയിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സെലക്റ്റീവ് പെർമിയബിലിറ്റി. അതായത് സെലക്ട് ചെയ്ത് സെല്ലിന് ആവശ്യമുള്ള ഘടകങ്ങളെ മാത്രമേ അത് സെല്ലിനുള്ളിലേക്ക് കടത്തിവിടുകയുള്ളൂ. അതുകൊണ്ട് ഇത് സെമി പെർമിയബിൾ മെംബ്രെയിൻ കൂടിയാണ്. എങ്ങനെയുള്ള മെംബ്രെയിനാണ്? ഇറ്റ്സ് എ സെമി പെർമിയബിൾ membrane which allows only same substance to pass through it. Then next is absorptive function. Selective permeability, then absorptive function. Nutrients are absorbed in the cell through the cell membrane. ഈ എന്താ പറയുക, സെല്ലിനെ ചുറ്റിപ്പറ്റി എന്തുണ്ട്? ബ്ലഡ് ക്യാപ്പിലറീസ് ഉണ്ട്. ബ്ലഡ് ക്യാപ്പിലറീസിലെ ന്യൂട്രിയൻസിനെ സെൽ മെംബ്രെയിൻ വഴിയാണ് അബ്സോർബ് ചെയ്ത് സെല്ലിനുള്ളിലേക്ക് എത്തിക്കുന്നത്. സെൽ മെംബ്രെയിൻ വഴി അബ്സോർബ് ചെയ്ത് സെല്ലിനുള്ളിലേക്ക് എത്തിക്കുന്നു. ദെൻ അതാണ് എന്ത് പറഞ്ഞത്? അബ്സോർപ്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ന്യൂട്രിയൻസ് ആർ അബ്സോർബ്ഡ് ഇൻ ദ സെൽ ത്രൂ ദ സെൽ മെംബ്രെയിൻ. ദെൻ എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ. നെക്സ്റ്റ് എന്താണ്? എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ. The metabolites and other waste excrete out through the cell membrane. ഇനി എന്താണ്? ഈ സെല്ലിനുള്ളിൽ എന്ത് നടക്കുന്നു? കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു അല്ലേ? മെറ്റബോളിസം നടക്കുന്നു. ഈ മെറ്റബോളിസം നടക്കുന്നതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാകുന്നു? അവിടെ മെറ്റബോളൈറ്റ്സ്, വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ട്, അതർ വേസ്റ്റ് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട്. അപ്പം ഇതിനെയൊക്കെ ഈ സെല്ലിനുള്ളിൽ നിന്ന് പുറത്തേക്ക് കളയുക അല്ലേ? എക്സ്ക്രീറ്റ് ഔട്ട് ചെയ്യണം. സെല്ലിനുള്ളിൽ നിന്ന് ഇതിനെല്ലാം എന്ത് ചെയ്യണം? എക്സ്ക്രീറ്റ് ഔട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ ഈ സെൽ മെംബ്രെയിൻ വഴിയാണ് ഇതിനെ എന്ത് ചെയ്യുന്നത്? എക്സ്ക്രീറ്റ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ. ദ മെറ്റബോളൈറ്റ്സ് ആൻഡ് അതർ വേസ്റ്റ് എക്സ്ക്രീറ്റ് ഔട്ട് ത്രൂ ദ സെൽ മെംബ്രെയിൻ. ദെൻ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. അതായത് ഈ സെല്ലിനുള്ളിൽ ഉപാപചയ പ്രക്രിയ നടക്കുമ്പോൾ അല്ലെങ്കിൽ മെറ്റബോളിസം നടക്കുമ്പോൾ കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ട് എന്ത് റിലീസ് ചെയ്യപ്പെടും? കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യപ്പെടും. സെല്ലിനുള്ളിൽ എന്ത് കാണപ്പെടുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് കാണുന്നു. സെല്ലിനുള്ളിൽ എന്തുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഈ സെല്ലിന് ആവശ്യം എന്താണ്? സെല്ലിൻ്റെ മെറ്റബോളിസം ഒക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ സെല്ല് എന്തിൻ്റെ പ്രസൻസിലാണ് അത് ചെയ്യുന്നത്? സെല്ലിന് എന്താവശ്യമാണ്? ഓക്സിജൻ ആവശ്യമാണ്. ഈ ഓക്സിജൻ എവിടെയുണ്ട്? ഈ ബ്ലഡ് ക്യാപ്പിലറീസിലുണ്ട്. ബ്ലഡ് ക്യാപ്പിലറീസിൽ എന്തുണ്ട്? ഓക്സിജൻ ഉണ്ട് അല്ലേ? ബ്ലഡ് ക്യാപ്പിലറീസിൽ എന്തുണ്ട്? ഓക്സിജൻ ഉണ്ട്. നമുക്കിവിടെ എഴുതാം അത്. ബ്ലഡ് ക്യാപ്പിലറീസിൽ എന്ത് കാണപ്പെടുന്നു? ഓക്സിജൻ കാണപ്പെടുന്നു. അപ്പം ഈ ബ്ലഡ് ക്യാപ്പിലറീസിൽ ഓക്സിജൻ എവിടെ ആവശ്യമാണ്? സെല്ലിനുള്ളിലേക്ക് കടത്തിവിടണം അല്ലേ? അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് സെല്ലിനുള്ളിൽ നിന്ന് എങ്ങോട്ട് തിരിച്ച് ഈ ബ്ലഡ് ക്യാപ്പിലറീസിലോട്ട് കടത്തിവിടണം. ഇത് നടക്കുന്നത് ഈ സെൽ മെംബ്രെയിൻ ത്രൂ ആണ് ഈ ഒരു എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കുന്നത്. അതായത് സെല്ലിന് ആവശ്യമായ ഓക്സിജനെ ഈ ബ്ലഡ് ക്യാപ്പിലറീസിൽ നിന്ന് സെൽ മെംബ്രെയിൻ വഴി സെല്ലിനുള്ളിലേക്ക് എത്തിക്കും. ഈ സെല്ലിനുള്ളിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ സെൽ മെംബ്രെയിൻ വഴി തിരിച്ച് ബ്ലഡ് ക്യാപ്പിലറീസിലേക്ക് എത്തിക്കും. ഇതാണ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. എന്താണ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന് പറയുന്നത്? അപ്പോൾ നെക്സ്റ്റ് ഫംഗ്ഷൻ എന്താണ്? എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ഓക്സിജൻ എൻറ്റേഴ്സ് ഫ്രം ദ ബ്ലഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ലീവ്സ് ദ സെൽ ആൻഡ് എൻറ്റേർഡ് ദ ബ്ലഡ് ത്രൂ ദ സെൽ മെംബ്രെയിൻ.
നമ്മുടെ സെല്ലിനുള്ളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങോട്ട് എക്സ്ക്രീറ്റ് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യപ്പെടും, ബ്ലഡ് ക്യാപ്പിലറീസിലേക്ക് കൊടുക്കും, ബ്ലഡ് ക്യാപ്പിലറീസിൽ നിന്ന് ഓക്സിജനെ തിരിച്ച് സെല്ലിലേക്ക് എടുക്കും. ഇതാണ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ദെൻ ഇറ്റ് മെയിൻറ്റെയിൻസ് ദ സൈസ് ആൻഡ് ഷേപ്പ്. സെൽ മെമ്പറൈനാണ് സെല്ലിൻ്റെ സൈസും ഷേപ്പും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ എത്ര ഫങ്ഷൻസ് ഉണ്ടായിരുന്നു? ഫസ്റ്റ് വൺ പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ, സെക്കൻഡ് ഈസ് സെലക്റ്റീവ് പെർമിയബിലിറ്റി, തേർഡ് ഈസ് അബ്സോർപ്റ്റീവ് ഫങ്ഷൻ, ഫോർത്ത് എക്സ്ക്രീറ്ററി ഫങ്ഷൻ, ഫിഫ്ത്ത് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, ദെൻ സിക്സ്ത്ത് ഇറ്റ് മെയിൻറ്റെയിൻ ദ സൈസ് ആൻഡ് ഷേപ്പ്. അപ്പോൾ ഇത് പറഞ്ഞ് പഠിക്കുക. ഓരോന്നും എഴുതി പഠിക്കണം. ഓരോന്നും മനസ്സിലാക്കി എഴുതി എന്താണ് പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ, എന്താണ് സെലക്റ്റീവ് പെർമിയബിലിറ്റി, എന്താണ് അബ്സോർപ്റ്റീവ് ഫംഗ്ഷൻ എന്നും എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ എന്താണ്, എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്താണ് എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കി വേണം പഠിക്കാൻ. പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സെൽ മെമ്പറൈനാണ് എന്ത് ചെയ്യുന്നത്? സെൽ മെമ്പറൈൻ്റെ ഫംഗ്ഷൻസാണ് നമ്മൾ പറയുന്നത്. വാട്ട് ആർ ദ ഫംഗ്ഷൻസ് ഓഫ് സെൽ മെമ്പറൈൻ? അതിൻ്റെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ. ഈ സെല്ലിനുള്ളിലെ ഓർഗൻസിലെ സൈറ്റോപ്ലാസത്തിനെയൊക്കെ എന്ത് ചെയ്യുന്നു? സെൽ മെമ്പറൈൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. പിന്നെ ഈ സെലക്റ്റീവ് പെർമിയബിലിറ്റി, ഇതിനെ ചുറ്റപ്പെട്ട് എന്ത് കാണപ്പെടുന്നു? ബ്ലഡ് ക്യാപ്പിലറീസ് കാണപ്പെടുന്നു. ബ്ലഡ് ക്യാപ്പിലറീസിൽ നിന്ന് ന്യൂട്രിയൻസിനെയൊക്കെ ഇതിനാവശ്യമുള്ള ഘടകങ്ങളെ മാത്രമേ, ഈ സെല്ലിന് എന്താവശ്യമാണോ അതിനെ മാത്രമേ സെല്ലിനുള്ളിലേക്ക് ഇത് കടത്തിവിടത്തുള്ളൂ. മറ്റുള്ള ഘടകങ്ങൾക്കെതിരെ ഇതൊരു ബാരിയറായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇറ്റ് ആക്ട് ആസ് എ സെമി പെർമിയബിൾ മെമ്പറൈൻ വിച്ച് അലൗസ് ഓൺലി സെയിം സബ്സ്റ്റൻസ് ടു പാസ് ത്രൂ ഇറ്റ്. നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അബ്സോർപ്റ്റീവ് ഫംഗ്ഷൻ. ന്യൂട്രിയൻസ് ആർ അബ്സോർബ്ഡ്, അല്ലേ? ന്യൂട്രിയൻസ് ആർ അബ്സോർബ്ഡ് ഇൻ ദ സെൽ ത്രൂ ദ സെൽ മെമ്പറൈൻ. സെൽ മെമ്പറൈൻ വഴിയാണ് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്ത് സെല്ലിനുള്ളിലേക്ക് എത്തിക്കുന്നത്. എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സെല്ലിനുള്ളിൽ കാണപ്പെടുന്ന വേസ്റ്റ് പ്രോഡക്റ്റിനെയൊക്കെ എക്സ്ക്രീറ്റ് ഔട്ട് ചെയ്യുന്നതും സെൽ മെമ്പറൈൻ വഴിയാണ്. എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് സെല്ലിനെ ചുറ്റിപ്പറ്റി കാണുന്ന ബ്ലഡ് ക്യാപ്പിലറീസിൽ നിന്ന് ഓക്സിജനെ ഉള്ളിലേക്ക് സ്വീകരിക്കുകയും ഉള്ളിലുള്ള, അതായത് സെല്ലിനുള്ളിൽ കാണപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച് ബ്ലഡ് ക്യാപ്പിലറീസിലേക്ക് കൊടുക്കുന്നതും ഈ സെൽ മെമ്പറൈൻ വഴിയാണ്. ദെൻ ഇറ്റ് മെയിൻറ്റെയിൻസ് ദ സൈസ് ആൻഡ് ഷേപ്പ്. ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് സെൽ മെമ്പറൈൻ. നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. സൈറ്റോപ്ലാസം, അല്ലേ? നെക്സ്റ്റ് എന്താണ്? സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസം ഈസ് എ ഫ്ലൂയിഡ് ഇൻസൈഡ് ദ സെൽ. സെല്ലിനുള്ളിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡാണ് എന്ത്? സൈറ്റോപ്ലാസം എന്ന് പറയുന്നു. സെല്ലിനുള്ളിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡിനെ എന്തെന്ന് പറയുന്നു? സൈറ്റോപ്ലാസം എന്ന് പറയുന്നു. ഇറ്റ് കണ്ടെയ്ൻസ് ക്ലിയർ ഫ്ലൂയിഡ് പോർഷൻ കോൾഡ് സൈറ്റോസോൾ. ഇതിനുള്ളിൽ എന്തുണ്ട്? ക്ലിയർ ഫ്ലൂയിഡ് പോർഷൻ ഉണ്ട്. അതിനെ എന്തെന്ന് പറയുന്നു? സൈറ്റോസോൾ എന്ന് പറയുന്നു. ഇറ്റ് കണ്ടെയ്ൻസ് വേരിയസ് സബ്സ്റ്റൻസസ് ലൈക്ക് പ്രോട്ടീൻ, കൊളസ്ട്രോൾ, ലിപ്പിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ്സ്. ഇതിനുള്ളിലെ വേരിയസ് കണ്ടൻസ് എന്ന് പറയുന്നത് എന്താണ്? വേരിയസ് സബ്സ്റ്റൻസസ് ലൈക്ക് പ്രോട്ടീൻ. ഇറ്റ് കണ്ടെയ്ൻസ് വേരിയസ് സബ്സ്റ്റൻസസ് ലൈക്ക് പ്രോട്ടീൻ, കൊളസ്ട്രോൾ, ലിപ്പിഡ്സ് ആൻഡ് ഇലക്ട്രോലൈറ്റ്സ്. ഇതിലെന്തൊക്കെ കാണപ്പെടുന്നു? ഏതൊക്കെ വേരിയസ് സബ്സ്റ്റൻസ് ആണുള്ളത്? ലൈക്ക് പ്രോട്ടീൻ, കൊളസ്ട്രോൾ, ലിപ്പിഡ്സ് ആൻഡ് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് എന്താണ്? സെല്ലിനുള്ളിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡിനെ സൈറ്റോപ്ലാസം എന്ന് പറയുന്നു. ഈ സൈറ്റോപ്ലാസത്തിനുള്ളിൽ ഈ സ്മോൾ ഓർഗൻസ് ഒക്കെ എന്താണ്? ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ് ചെയ്യുന്നത്. ദെൻ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറഞ്ഞാൽ ദ സ്ട്രക്ചർ ആർ ഇൻ്റർകണക്റ്റഡ് നെറ്റ്വർക്ക് വിച്ച് ആക്ട് ആസ് ദ ലിങ്ക് ബിറ്റ്വീൻ ഓർഗനൽസ് ആൻഡ് സെൽ മെമ്പറൈൻ. എവിടെ കാണപ്പെടുന്നു? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ന്യൂക്ലിയസിനും സെൽ മെമ്പറൈനും ഇടയിലായിട്ട് കാണപ്പെടുന്നു. ഇത് എങ്ങനെ ആക്ട് ചെയ്യുന്നു? ഇറ്റ്സ് എ ലിങ്ക് ബിറ്റ്വീൻ ഓർഗനൽസ്, അല്ലേ? ഇറ്റ് ആക്ട് ആസ് ദ ലിങ്ക് ബിറ്റ്വീൻ ഓർഗനൽസ് ആൻഡ് സെൽ മെമ്പറൈൻ. രണ്ട് ടൈപ്പ് ഉണ്ട്. ദേ ആർ ടു ടൈപ്സ്: റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ വൺ ടു വിച്ച് ഗ്രാനുലാർ റൈബോസോം ഈസ് അറ്റാച്ച്ഡ് ആൻഡ് ദിസ് ഗിവ്സ് ദ റഫ് അപ്പിയറൻസ്. സോ ഇറ്റ് ഈസ് കോൾഡ് ദ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇറ്റ് ഓൾസോ ഗിവ്സ് ഗ്രാനുലാർ അപ്പിയറൻസ്. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഗ്രാനുലാർ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഈ ന്യൂക്ലിയസിന് തൊട്ട് താഴെ കാണപ്പെടുന്നത്. ഈ ഇതിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ടു ടൈപ്സ് ഉണ്ട്. ഇത് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറഞ്ഞാൽ എന്ത് അറ്റാച്ച്ഡ് ആണ്? റഫ് എൻഡോപ്ലാസ്മിക് റീജിയനിൽ റൈബോസോം
അറ്റാച്ച്ഡ് ആണ്. ഇതിൽ എന്ത് അറ്റാച്ച്ഡ് ആണ്? റൈബോസോം അറ്റാച്ച്ഡ് ആണ്. സ്മൂത്ത് റീജിയണിൽ റൈബോസോം ഇല്ല. സ്മൂത്ത് റീജിയണിൽ എന്തില്ല? റൈബോസോം ഇല്ല. അതുകൊണ്ട് അതിന് സ്മൂത്ത് അപ്പിയറൻസ് ആണുള്ളത്. അപ്പോൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം 2 ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ റീജിയനിൽ എന്ത് കാണപ്പെടുന്നു? റൈബോസോം കാണപ്പെടുന്നു. അതുകൊണ്ട് ഇതിന് എങ്ങനെയുള്ള റൈബോസോമാണ്? ഗ്രാനുലാർ ഷേപ്പ്ഡ് റൈബോസോമാണ്. ഈ ധാന്യങ്ങളുടെ ഷേപ്പാണുള്ളത്. ഗ്രാനുലാർ ഷേപ്പ്ഡ് റൈബോസോം ഇതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് അതിന് അങ്ങനെയുള്ള ഗ്രാനുലാർ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നും കൂടി ഇതിനെ വിളിക്കുന്നു. കാരണം ഇതിന് എങ്ങനെയുള്ള അപ്പിയറൻസ് കൊടുക്കുന്നു? ഗ്രാനുലാർ ഷേപ്പ്ഡ് അപ്പിയറൻസ് കൊടുക്കുന്നു അല്ലേ. അപ്പം എന്താ പറഞ്ഞത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് എന്ത് അറ്റാച്ച് ചെയ്ത് കിടക്കുന്നു? റൈബോസോം അറ്റാച്ച് ചെയ്ത് കിടക്കുന്നു. എങ്ങനെയുള്ള അപ്പിയറൻസ് ആണ് അതിന് കൊടുക്കുന്നത്? റഫ് അപ്പിയറൻസ് ആണ്. സോ ഇറ്റ് ഈസ് കോൾഡ് ദ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആൻഡ് ഇറ്റ് ഓൾസോ ഗിവ്സ് ദ ഗ്രാനുലാർ ഷേപ്പ് അല്ലേ, appearance. It also gives the granular appearance, so it is also called the granular endoplasmic reticulum. Then smooth endoplasmic reticulum കണ്ടോ. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് എങ്ങനെയുള്ള അപ്പിയറൻസ് ഇല്ല? റഫ് അപ്പിയറൻസ് ഇല്ല. കാരണം എന്താണ്? അവിടെ റൈബോസോം പ്രസൻ്റ് അല്ല. അതിന് എങ്ങനെയുള്ള അപ്പിയറൻസ് ആണ് ഉള്ളത്? സ്മൂത്ത് അപ്പിയറൻസ് ആണ് ഉള്ളത്. അതുകൊണ്ട് അതിനെ അഗ്രാനുലാർ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നും കൂടെ വിളിക്കുന്നു. കാരണം അവിടെ പ്രസൻ്റ് അല്ല. ഗ്രാനുലാർ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അവിടെ റൈബോസോം പ്രസൻ്റ് അല്ല. അതിനെങ്ങനെയില്ല? ഗ്രാനുലാർ ഷേപ്പും ഇല്ല, അപ്പിയറൻസും ഗ്രാനുലാർ അപ്പിയറൻസും ഇല്ല. അതുകൊണ്ട് അത് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. ഈ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഇറ്റ് ഈസ് കോൾഡ് ആസ് അഗ്രാനുലാർ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ബിക്കോസ് ഓഫ് ഇറ്റ്സ് സ്മൂത്ത് അപ്പിയറൻസ് വിത്തൗട്ട് ദ അറ്റാച്ച്മെൻറ്റ്. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ ഫങ്ഷൻസ് എന്താണ്? ഈ RER ആൻഡ് SCR, അതായത് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആൻഡ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ഫങ്ഷൻ എന്താണ്? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഈസ് കൺസേൺഡ് വിത്ത് ദ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ. ഇതെന്തിനെ കൺസേൺ ചെയ്തിരിക്കുന്നു? പ്രോട്ടീൻ്റെ സിന്തസിസിനെ കൺസേൺ ചെയ്തിരിക്കുന്നു. അതായത് ഈ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എവിടെ കാണപ്പെടുന്നു? ഈ റൈബോസോം എവിടെ കാണപ്പെടുന്നു? റഫ് റീജിയണിൽ കാണപ്പെടുന്നു അല്ലേ. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ കാണപ്പെടുന്നു. റൈബോസോമിൻ്റെ ഫംഗ്ഷൻ എന്താണ്? റൈബോസോമിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രോട്ടീനെ അമിനോ ആസിഡ്സിൽ നിന്ന് പ്രോട്ടീൻ കൺവേർട്ട് ചെയ്യുന്നതാണ്. സിന്തസിസ് ചെയ്തെടുക്കുന്നതാണ് റൈബോസോമിൻ്റെ ഫംഗ്ഷൻ. അതിനെ പ്രോട്ടീൻ ഫാക്ടറിയാണത് അല്ലേ. റൈബോസോം എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടീൻ ഫാക്ടറിയാണ്. ഈ ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ അറ്റാച്ച് ചെയ്തിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്തിനെ കൺസേൺ ചെയ്തിരിക്കുന്നു? പ്രോട്ടീൻ സിന്തസിസിനെ കൺസേൺ ചെയ്തിരിക്കുന്നു. ഈ പ്രോട്ടീൻ സിന്തസിസിനെ ഇതെന്ത് ചെയ്യും? ഇനി വാക്യൂൾ വഴി സെൻഡ് ചെയ്യും. എങ്ങോട്ട്? ഗോൾജി ബോഡിയിലേക്ക് ഇതിനെ സെൻഡ് ചെയ്യും. വാക്യൂൾ വഴി ട്രാൻസ്പോർട്ട് ചെയ്യും. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കൺസേൺ വിത്ത് ദ സിന്തസിസ് ഓഫ് ലിപ്പിഡ്സ്, കൊളസ്ട്രോൾ, സ്റ്റീറോയിഡ്സ് ഒക്കെയാണ്. ഓക്കെ. ദെൻ ഈ ഒരു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഇതിനെയും ഈ കൊളസ്ട്രോളിനെയും ലിപ്പിഡ്സിനെയും സ്റ്റീറോയിഡ്സിനെയൊക്കെ എങ്ങോട്ട് സെൻഡ് ചെയ്യും? ഗോൾജി ബോഡിയിലേക്ക് അല്ലെ ഗോൾജി അപ്പാരറ്റസിലോട്ട് സെൻഡ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ രണ്ടിനെയും ഫങ്ഷൻ എന്താണ്? രണ്ടിനും 2 ഫങ്ഷനാണുള്ളത്. ഫങ്ഷൻസ് ഓഫ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത് എന്താണ്? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഈസ് കൺസേൺഡ് വിത്ത് ദ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഈസ് കൺസേൺഡ് വിത്ത് ദ സിന്തസിസ് ഓഫ് ലിപ്പിഡ്സ്, സ്റ്റീറോയിഡ്സ് ആൻഡ് കൊളസ്ട്രോൾസ്. ദീസ് ആർ ദ ഫങ്ഷൻസ്. ഇനി എന്താണ് ഗോൾജി അപ്പാരറ്റസ് അല്ലെങ്കിൽ ഗോൾജി ബോഡി എന്ന് പറയും? ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ഓൾ ദ സെൽ എക്സെപ്റ്റ് RBCs. ഇത് എല്ലാ സെല്ലിലും കാണപ്പെടുന്നു. റെഡ് ബ്ലഡ് സെൽസിൽ എന്തില്ല? ഗോൾജി അപ്പാരറ്റസ് ഇല്ല. റെഡ് ബ്ലഡ് സെൽസിന് ന്യൂക്ലിയസും ഇല്ല. അപ്പം എന്താ പറഞ്ഞാൽ? ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ഓൾ ദ സെൽസ് എക്സെപ്റ്റ് RBC. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 5 to 8 ഫ്ലാറ്റേൺഡ് മെംബ്രേനീസ് സാക്ക്. ഇതിന് എങ്ങനെയുള്ള സാക്കാണ് കാണപ്പെടുന്നത്? ഫ്ലാറ്റേൺഡ് മെംബ്രേനീസ് സാക്ക് എന്ന് പറഞ്ഞല്ലേ. 1 ഫ്ലാറ്റ് ആണല്ലേ, മെംബ്രേനീസ് സാക്കാണ്, ഫ്ലാറ്റ് ആണല്ലേ. ഫ്ലാറ്റേൺഡ് മെംബ്രേനീസ് സാക്ക് 2, 3,
4 5 6. എത്രയാണ് ഇതിനെങ്ങനെയുള്ള മെംബ്രേനിയസ് ആക്കാനുള്ളത്? ഫ്ലാറ്റേൺഡ് മെംബ്രേനിയസ് സാക്ക് എത്ര ഉണ്ട് കാണപ്പെടുന്നിട്ട്? കൺസിസ്റ്റ് ഓഫ് 5 to 8 ഫ്ലാറ്റേൺഡ് മെംബ്രേനിയസ് സാക്ക് കോൾഡ് സിസ്റ്റർനെ. അതിനെ എന്തെന്ന് വിളിക്കുന്നു? സിസ്റ്റർനെ എന്ന് വിളിക്കുന്നു. ദെൻ ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് നിയർ ദ ന്യൂക്ലിയസ്. ഇത് എവിടെ കാണപ്പെടുന്നു? ന്യൂക്ലിയസിന് അടുത്തായിട്ട് കാണപ്പെടുന്നു അല്ലേ? ഇറ്റ് സിറ്റുവേറ്റഡ് നിയർ ദ ന്യൂക്ലിയസ്. അപ്പം ഗോൾജി അപ്പാരറ്റസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? സിന്തസിസ് ആൻഡ് എക്സ്പോർട്ട് ഓഫ് പ്രോട്ടീൻസ്. അതായത് ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പ്രോട്ടീൻസിനെയും ലിപ്പിഡ്സിനെയും ഒക്കെ എന്ത് ചെയ്യും? എങ്ങോട്ട് അയക്കും? സെൻഡ് ചെയ്യും. ഈ ഗോൾജി ബോഡിയിലേക്ക് സെൻഡ് ചെയ്യും. ഗോൾജി ബോഡി അതിനെ എന്ത് ചെയ്യും? ഒന്നിച്ച് പാക്ക് ചെയ്യും അല്ലേ? ഗോൾജി ബോഡി അതിനെ പാക്ക് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് എക്സ്പോർട്ട് ചെയ്യും. എങ്ങോട്ട്? എപ്പോഴാണോ സെല്ലിനുള്ളിൽ മറ്റുള്ള ഓർഗൻസിന് ഈ പ്രോട്ടീൻസിനെയൊക്കെ ആവശ്യം, ആ സമയത്ത് അതിനെ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുക, എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷനാണ് എന്തിനുള്ളത്? ഗോൾജി അപ്പാരറ്റസിനുള്ളത്. അതുകൊണ്ട് ഇതിനെ പോസ്റ്റ് ഓഫീസ് എന്നും കൂടി വിളിക്കുന്നു അല്ലേ? ഇതിന് മറ്റൊരു പേരെന്താണ്? ഗോൾജി അപ്പാരറ്റസിൻ്റെ മറ്റൊരു പേരെന്താണ്? പോസ്റ്റ് ഓഫീസ്. നമ്മളിപ്പോൾ പോസ്റ്റ് ഓഫീസിൽ ലെറ്റർ കൊണ്ടിടുമ്പോൾ അവരത് പാക്ക് ചെയ്ത് എവിടെയാണോ എത്തിക്കേണ്ടത് അവിടെ എത്തിച്ചു കൊടുക്കുന്നില്ലേ? അതുകൊണ്ട് ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഗോൾജി അപ്പാരറ്റസിൻ്റെ ഫംഗ്ഷനും പറയുമ്പോഴെന്താണ്? സിന്തസിസ് ആൻഡ് എക്സ്പോർട്ട് ഓഫ് പ്രോട്ടീൻസ് അല്ലേ? ഇത് എന്ത് ചെയ്യും? പ്രോട്ടീൻസിനെ സ്റ്റോർ ചെയ്ത് പാക്ക് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കും. മറ്റുള്ള അതേ സെല്ലിനുള്ളിൽ മറ്റുള്ള ഓർഗൻസിന് എപ്പോഴാണോ ഈ ഒരു പ്രോട്ടീൻസിൻ്റെയൊക്കെ ആവശ്യം അതിനെ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഫംഗ്ഷനാണ് എന്തിനുള്ളത്? ഗോൾജി അപ്പാരറ്റസിനുള്ളത്. ഫങ്ഷൻസ് എന്ന് പറയുന്നത് സിന്തസിസ് ആൻഡ് എക്സ്പോർട്ട് ഓഫ് പ്രോട്ടീൻസ്. ദെൻ റൈബോസോം. നെക്സ്റ്റ് സ്മോൾ ഓർഗൻസ് ഏതാണ്? റൈബോസോമാണ് അല്ലേ? റൈബോസോം എന്താണെന്നറിയപ്പെടുന്നു? പ്രോട്ടീൻ ഫാക്ടറി എന്നറിയപ്പെടുന്നു. എന്താണെന്നറിയപ്പെടുന്നു? പ്രോട്ടീൻ ഫാക്ടറി എന്നറിയപ്പെടുന്നു. Ribosome is called as protein factory. These are tiny granular shaped organ composed of RNA and protein. എങ്ങനെയുള്ള ഷേപ്പാണ് ഇതിന്? റൈബോസോമിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രാനുലാർ ഷേപ്പാണ്. എങ്ങനെയുള്ള ഷേപ്പാണ്? ഗ്രാനുലാർ ഷേപ്ഡ് ഓർഗൻ ആണ്, കമ്പോസ്ഡ് ഓഫ് RNA ആൻഡ് പ്രോട്ടീൻ. റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലേ? RNAയുടെ ഫുൾ ഫോം എന്താണ്? റൈബോ ന്യൂക്ലിക് ആസിഡ്. ഇതെന്തുകൊണ്ട് കമ്പോസ് ചെയ്തിരിക്കുന്നു? RNAയും പ്രോട്ടീനും കൊണ്ട് കമ്പോസ് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? സിന്തസിസ് ഓഫ് പ്രോട്ടീൻ ഫ്രം അമിനോ ആസിഡ്സ്. അമിനോ ആസിഡ്സിനെ കൺവേർട്ട് ചെയ്ത് പ്രോട്ടീനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. സിന്തസിസ് ഓഫ് പ്രോട്ടീൻ ഫ്രം അമിനോ ആസിഡ്സ്. അപ്പം റൈബോസോമിൻ്റെ പ്രോട്ടീൻ ഫാക്ടറി എന്നറിയപ്പെടുന്നു. റൈബോസോം എന്തെന്നറിയപ്പെടുന്നു? പ്രോട്ടീൻ ഫാക്ടറി എന്നറിയപ്പെടുന്നു. ദീസ് ആർ എ ടൈനി ഗ്രാനുലാർ ഷേപ്ഡ് ഓർഗൻ. എങ്ങനെയുള്ള ഓർഗനാണെന്ന് പറഞ്ഞേ? ഗ്രാനുലാർ ഷേപ്ഡ് ഓർഗൻ ആണെന്ന് പറഞ്ഞു. കമ്പോസ്ഡ് ഓഫ് RNA ആൻഡ് പ്രോട്ടീൻ. ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത് RNAയും പ്രോട്ടീനും കൊണ്ടാണ്. ഫംഗ്ഷൻ എന്ന് പറയുന്നത് സിന്തസിസ് ഓഫ് പ്രോട്ടീൻ ഫ്രം അമിനോ ആസിഡ്സ്. ദെൻ ലൈസോസോം. സെല്ലിനുള്ളിൽ കാണപ്പെടുന്ന ഈ ലൈസോസോം എന്താണ്? ലൈസോസോം ആർ മെംബ്രെയിൻ ബൗണ്ടഡ് സ്പിറോയിഡൽ ബോഡി. എങ്ങനെയുള്ള മെംബ്രെയിൻ ബൗണ്ടഡ് ആണ്? ഇറ്റ്സ് ലൈസോസോം ആർ മെംബ്രെയിൻ ബൗണ്ടഡ് ആണ് അല്ലേ? എങ്ങനെയുള്ള ബോഡിയാണ്? സ്പിറോയിഡൽ ബോഡി. മെംബ്രെയിൻ ബൗണ്ടഡ് സ്പിറോയിഡൽ ബോഡീസ് കണ്ടെയ്നിങ് ഹൈഡ്രോലേസ് എൻസൈം. ഇതിനുള്ളിൽ എന്ത് കാണപ്പെടുന്നു? ഹൈഡ്രോലേസ് എൻസൈം കാണപ്പെടുന്നു. ഡൈജസ്റ്റീവ് എൻസൈം എന്നറിയപ്പെടുന്ന ഹൈഡ്രോലേസ് എൻസൈം കാണപ്പെടുന്നു. ഇതിന് എന്തിനുള്ള കഴിവുണ്ട്? കേപ്പബിൾ ഓഫ് ഡിഗ്രേഡിങ് എ വൈഡ് വെറൈറ്റി ഓഫ് സബ്സ്റ്റൻസസ്. പല തരത്തിലുള്ള സബ്സ്റ്റൻസിനെ ഡീഗ്രേഡ് ചെയ്യാനുള്ള കഴിവ് എന്തിനുണ്ട്? ഈ ഡൈജസ്റ്റീവ് എൻസൈം, അതായത് ഈ ഹൈഡ്രോലേസ് എൻസൈമിന് ഉണ്ട്. അപ്പം ലൈസോസോം എന്ന് പറയുന്നത് എന്താണ്? ലൈസോസോം എന്ന് പറയുന്നത് മെംബ്രെയിൻ ബൗണ്ടഡ് സ്പിറോയിഡൽ ബോഡിയാണ്. എങ്ങനെയുള്ള മെംബ്രെയിൻ ബൗണ്ടഡ് ആണ് അല്ലേ? ഇറ്റ്സ് മെംബ്രെയിൻ ബൗണ്ടഡ് സ്പിറോയിഡൽ ബോഡി കണ്ടെയ്നിങ് ഹൈഡ്രോലൈസ് എൻസൈം കേപ്പബിൾ ഓഫ് ഡിഗ്രേഡിങ് എ വൈഡ് വെറൈറ്റി ഓഫ് സബ്സ്റ്റൻസ്. സെല്ലിനുള്ളിൽ എന്ത് കാണപ്പെടുന്ന? ഡെഡ് സെൽസ് ഉണ്ട് അല്ലേ? ഡെഡ് സെൽസ് ഉണ്ട്, വേസ്റ്റ് സ്മോൾ വേസ്റ്റ് പ്രോഡക്റ്റ്സ് ഉണ്ട്. ഇതിനെയൊക്കെ എന്ത് ചെയ്യും? ഇത് സ്വാളോ ചെയ്ത് ഡൈജസ്റ്റ് ചെയ്യും. അത് ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡൈജസ്റ്റ് ചെയ്ത് കളയുക അല്ലേ? അൺവാണ്ടഡ് സബ്സ്റ്റൻസിനെ ഇത് ഡൈജസ്റ്റ് ചെയ്ത് കളയും. ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡൈജഷൻ. എന്താണ് ഇതിൻ്റെ ഫംഗ്ഷൻ? ഡൈജഷൻ ഓഫ് അൺവാണ്ടഡ് സബ്സ്റ്റൻസസ്. ആവശ്യമില്ലാത്ത ഘടകങ്ങളെ ഇത് എന്ത് ചെയ്ത് കളയും? ഡൈജസ്റ്റ് ചെയ്ത് കളയും. അപ്പോൾ ലൈസോസോം എന്ന് പറയുന്നത് എന്താണ്? ഇതിനെ മറ്റൊരു പേരും കൂടെ ഉണ്ട്. ലൈസോസോമിനെ സൂയിസൈഡൽ ബാഗ് എന്നും കൂടി അറിയപ്പെടുന്നു. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് സൂയിസൈഡൽ ബാഗ്.
Then mitochondria. Next is mitochondria. It is called as the powerhouse of the cell. Mitochondria has several. Mitochondria എന്തെന്ന് അറിയപ്പെടുന്നു? പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് അറിയപ്പെടുന്നു അല്ലേ. ദെൻ മൈറ്റോകോൺട്രിയ ഹാസ് സെവറൽ യുണീക്ക് ഫീച്ചേഴ്സ്. പലതരത്തിലുള്ള യുണീക്ക് ഫീച്ചേഴ്സ് ഉണ്ട് ഇതിന്. എന്താണ്? മൈറ്റോകോൺട്രിയ ഹാസ് സെവറൽ യുണീക്ക് ഫീച്ചേഴ്സ് ആൻഡ് ദേ ക്യാൻ മൂവ്, ചേഞ്ച് ദെയർ സൈസ് ആൻഡ് ഷേപ്പ്. ഇതിന് ഈ മൈറ്റോകോൺട്രിയയ്ക്ക് സെല്ലിനുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാൻ പറ്റും. അതിൻ്റെ സൈസും ഷേപ്പും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് ചെയ്യാൻ പറ്റും. ഡിവൈഡഡ് വിത്തിൻ ദ സെൽ. അതായത് ഇതിന് ഡിവൈഡ് ചെയ്ത് മാറാനുള്ള കഴിവും ഉണ്ട്. ഒന്നിൽ നിന്ന് മറ്റൊന്നായി ഡിവൈഡ് ചെയ്ത് മാറുകയും സെല്ലിനുള്ളിൽ തന്നെ ഇത് ഡിവൈഡ് ചെയ്ത് മാറും. അപ്പോൾ മൈറ്റോകോൺട്രിയ ഹാസ് സെവറൽ യുണീക്ക് ഫീച്ചേഴ്സ് ആൻഡ് ദേ ക്യാൻ മൂവ്, ചേഞ്ച് ദെയർ സൈസ് ആൻഡ് ഷേപ്പ് ആൻഡ് ഡിവൈഡഡ് വിത്തിൻ ദ സെൽ. എന്താണ് മൈറ്റോകോൺട്രിയയുടെ ഫംഗ്ഷൻ? മൈറ്റോകോൺട്രിയ ഇൻവോൾവ്ഡ് എയ്റോബിക് റെസ്പിറേഷൻ. ഇതാണ് മൈറ്റോകോൺട്രിയയുടെ സ്ട്രക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. എന്താണ് പറഞ്ഞത്? എയ്റോബിക് റെസ്പിറേഷൻ എന്താണെന്ന് ചോദിച്ചത്. ഇൻവോൾവ്ഡ് ഇൻ മൈറ്റോകോൺട്രിയ ഈസ് ഇൻവോൾവ്ഡ് ഇൻ എയ്റോബിക് റെസ്പിറേഷൻ. വാട്ട് ഈസ് എയ്റോബിക് റെസ്പിറേഷൻ? ഇറ്റ് ഈസ് എ സെല്ലുലാർ പ്രോസസ്സ് അല്ലേ. എന്താണ് ഇത്? ഒരു സെല്ലുലാർ പ്രോസസ്സാണ്. സെൽ യൂസസ് ഓക്സിജൻ ടു മെറ്റബോളൈസ് ഗ്ലൂക്കോസ് ആൻഡ് പ്രൊഡ്യൂസ് എനർജി ഇൻ ദ ഫോം ഓഫ് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. അതായത് ഓക്സിജൻ യൂസ് ചെയ്തുകൊണ്ട് മെറ്റബോളിസത്തിന് എന്ത് യൂസ് ചെയ്യും? ഓക്സിജൻ യൂസ് ചെയ്ത് ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റും? പ്രൊഡ്യൂസ് എനർജിയാക്കി കൺവേർട്ട് ചെയ്യും ഇൻ ദ ഫോം ഓഫ് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ATPയുടെ ഫോമിൽ എന്താക്കും? ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്ത് എനർജിയാക്കി മാറ്റും. അതാണ് എയ്റോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞത്. എയ്റോബിക് റെസ്പിറേഷൻ എന്താണ്? ഇറ്റ്സ് എ സെല്ലുലാർ പ്രോസസ് ഇൻ ദ സെൽ യൂസസ് ഓക്സിജൻ ടു മെറ്റബോളൈസ് ഗ്ലൂക്കോസ് ആൻഡ് പ്രൊഡ്യൂസ് എനർജി ഇൻ ദ ഫോം ഓഫ് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. Then the process by which chemical energy is made available in the cell in the form of ATP. എങ്ങനെയുള്ള എനർജിയാണ്? ഇറ്റ്സ് എ കെമിക്കൽ എനർജി ഈസ് അവൈലബിൾ ഇൻ ദ സെൽ in the form of ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റിൻ്റെ രൂപത്തിലാണത് ഈ എനർജി, കെമിക്കൽ എനർജിയിൽ അവൈലബിൾ ആക്കുന്നത്. ദെൻ ഇതാണ് മൈറ്റോകോൺട്രിയയുടെ സ്ട്രക്ചറാണ് ഈ കാണിച്ചേക്കുന്നത്. ഇതിനെന്തിനുള്ള കഴിവുണ്ട്? സെല്ലിനുള്ളിൽ ഇതിനെ മൂവ് ചെയ്യാനും അതിൻ്റെ സൈസും ഷേപ്പും ചേഞ്ച് ചെയ്യാനും ഈ ഒരു മൈറ്റോകോൺട്രിയയിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് മറ്റൊന്നാകാനുമുള്ള കഴിവുണ്ട്. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇതിന് എനർജിയെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് അല്ലേ. ഇതിന് എന്ത് ചെയ്യുന്നു? എനർജിയെ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഇൻ ദ ഫോം ഓഫ് ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ എനർജി ഫോർമേഷൻ ഉള്ളത് എന്താ? അതുകൊണ്ട് ഇതിനെ നമ്മൾ എന്തെന്നാ വിളിക്കുന്നു? പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് വിളിക്കുന്നു. മൈറ്റോകോൺട്രിയ എന്തെന്നറിയപ്പെടുന്നു? പവർ ഹൗസ് ഓഫ് ദ സെൽ. മൈറ്റോകോൺട്രിയ ഈസ് നോൺ ആസ് ദ പവർ ഹൗസ് ഓഫ് ദ സെൽ. Then nucleus is present in those cell. സെല്ലിനുള്ളിൽ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ടല്ലേ. ന്യൂക്ലിയസ് ഈസ് പ്രസൻറ്റ് ഇൻ ദോസ് സെൽ വിച്ച് ഡിവൈഡഡ് ആൻഡ് പ്രൊഡ്യൂസ് എൻസൈം. ഈ എന്താ പറയുന്നത്? ന്യൂക്ലിയസിന് എന്തിനുള്ള കഴിവുണ്ട്? ഡിവൈഡ് ചെയ്ത് മാറാനുള്ള കഴിവുണ്ട്. ന്യൂക്ലിയസിനെ ഡിവൈഡ് ചെയ്ത് മാറാനുള്ള കഴിവുണ്ട്. എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. പ്രൊഡ്യൂസ് ചെയ്യും? എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. ഇനിയും യൂക്യാരിയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂക്യാരിയോട്ടിക് സെൽസ് ഈ സെല്ലിനുള്ളിൽ ഇത് യൂക്യാരിയോട്ടിക് സെല്ലാണ്. കാരണം ഈ സെല്ലിനുള്ളിൽ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട് അല്ലേ. സെല്ല് വിത്ത് ന്യൂക്ലിയസ് എന്താണ്? യൂക്യാരിയോട്ടിക്. ഇനി ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ലിനെ എന്തെന്ന് പറയുന്നു? പ്രോക്യാരിയോട്ടിക് സെൽ എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? പ്രോക്യാരിയോട്ടിക് സെൽ. ന്യൂക്ലിയസ് ഉള്ള സെല്ലിനെ യൂക്യാരിയോട്ടിക് സെൽ എന്നും ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ലിനെ എന്തെന്ന് വിളിക്കുന്നു? പ്രോക്യാരിയോട്ടിക് സെൽ എന്ന് വിളിക്കുന്നു. ഇപ്പോൾ RBCയിൽ എന്തില്ല? റെഡ് ബ്ലഡ് സെൽസിനകത്ത് ന്യൂക്ലിയസ് ഇല്ല. ന്യൂക്ലിയസ് ഉള്ള സെല്ല് യൂക്യാരിയോട്ടിക്കും അത് ആനിമൽ സെൽസാണ്. യൂക്യാരിയോട്ടിക് സെൽ. പ്രോക്യാരിയോട്ടിക് സെൽസിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്ടീരിയ, RBCയിലൊന്നും എന്തില്ല? ന്യൂക്ലിയസ് ഇല്ല. ദെൻ നെക്സ്റ്റ് യൂണിന്യൂക്ലിയേറ്റഡ്. എന്താണ് യൂണിന്യൂക്ലിയേറ്റഡ്? സെൽ ഹാവ് വൺ ന്യൂക്ലിയസ്. ദിസ് ഈസ് യൂണിന്യൂക്ലിയേറ്റഡ് അല്ലേ. എത്ര ന്യൂക്ലിയസ് ഉണ്ട് സെല്ലിനുള്ളിൽ? ഒറ്റ ന്യൂക്ലിയസേ ഉള്ളൂ. ഇനിയും സെല്ലിനുള്ളിൽ ഒരുപാട് മെൻ ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? മൾട്ടി ന്യൂക്ലിയേറ്റഡ് എന്ന് വിളിക്കും. ഓക്കെ, ഇത് പ്രോക്യാരിയോട്ടിക് സെല്ലാണ്. ഈ കാണുന്നത് എന്താണ്? പ്രോക്യാരിയോട്ടിക് സെല്ലാണ്. അതിന് എക്സാമ്പിൾ എന്താണ്? പ്രോക്യാരിയോട്ടിക് സെൽ ബാക്ടീരിയ അല്ല. ബാക്ടീരിയയിൽ എന്തില്ല? ന്യൂക്ലിയസ് ഇല്ല. ബാക്ടീരിയയ്ക്കുള്ളിൽ എന്ത് കാണുന്നില്ല? ന്യൂക്ലിയസ് കാണുന്നില്ല. ഈ കാണിച്ചിരിക്കുന്നത് എന്താണ്?
യൂക്യാരിയോട്ടിക് സെല്ലാണ്. പ്രോക്യാരിയോട്ടിക് സെല്ലിൽ എന്തില്ല? ന്യൂക്ലിയസ് ഇല്ല. ബാക്ടീരിയയിൽ എന്ത് കാണുന്നില്ല? ന്യൂക്ലിയസ് ഇല്ല. അതുപോലെ തന്നെ യൂക്യാരിയോട്ടിക് സെൽ അല്ലേ, യൂക്യാരിയോട്ടിക് സെൽ എന്ന് പറയുമ്പോൾ ആനിമൽസിലും പ്ലാന്റ്സിലും ഫംഗയിലും ഒക്കെ എങ്ങനെയുള്ള സെല്ലാണ് കാണുന്നത്? ന്യൂക്ലിയസ് ഉള്ള സെല്ലാണുള്ളതല്ലേ. അപ്പം ഇതെന്താണ്? യൂക്യാരിയോട്ടിക് സെൽ, ന്യൂക്ലിയസ് ഇല്ലാത്ത സെൽ. ബാക്ടീരിയ സെല്ലിൽ എന്തില്ല? ന്യൂക്ലിയസ് ഇല്ല അല്ലേ. പ്രോക്യാരിയോട്ടിക് സെൽ ആൻഡ് യൂക്യാരിയോട്ടിക് സെൽ. ഇതിനെപ്പറ്റി വിശദമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇടുന്നതായിരിക്കും, ക്ലാസ് എടുക്കുന്നതായിരിക്കും. ഇനി എന്താ ന്യൂക്ലിയർ കമ്പോണൻറ്റ്സ് എന്തൊക്കെയാണ്? ന്യൂക്ലിയർ കമ്പോണൻറ്റ്സ് എന്തൊക്കെയാണ്? ന്യൂക്ലിയർ മെംബ്രെയിൻ. ന്യൂക്ലിയസിന് എന്തുണ്ട്? ഒരു മെംബ്രെയിനുണ്ട്. ന്യൂക്ലിയോ പ്ലാസം ഉണ്ട്. ന്യൂക്ലിയസിനുള്ളിൽ എന്ത് കാണപ്പെടുന്നു? ഫ്ലൂയിഡ് കാണപ്പെടുന്നില്ലേ? ന്യൂക്ലിയസിനകത്ത് എന്തുണ്ട്? ഫ്ലൂയിഡ് ഉണ്ട്. ന്യൂക്ലിയസിനുള്ളിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡാണ് എന്താ? ന്യൂക്ലിയോപ്ലാസം. ദെൻ ന്യൂക്ലിയോലസ്. അതിനുള്ളിൽ ഒരു സ്മോൾ ബോഡി കാണപ്പെടുന്നത് എന്താണ്? ന്യൂക്ലിയോലസ്. ഇതാണ് ന്യൂക്ലിയസിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതെന്താണ്? ന്യൂക്ലിയർ മെംബ്രെയിനാണ്. ഇതിനുള്ളിൽ എന്ത് കാണപ്പെടുന്നു? ന്യൂക്ലിയോപ്ലാസം കാണപ്പെടുന്നു. ദെൻ അതിനുള്ളിൽ സ്മോൾ ബോഡി കാണുന്നത് എന്താണ്? ന്യൂക്ലിയോലസ്. ന്യൂക്ലിയർ മെംബ്രെയിൻ, ന്യൂക്ലിയോപ്ലാസം, അതായത് ഫ്ലൂയിഡാണ് അല്ലേ. ന്യൂക്ലിയസിനുള്ളിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡാണ് എന്ത്? ന്യൂക്ലിയോപ്ലാസം. ദെൻ അതിനുള്ളിൽ ഒരു സ്മോൾ ബോഡി കാണപ്പെടുന്ന എന്താണ്? ന്യൂക്ലിയോലസ്. ന്യൂക്ലിയോലസിൻ്റെ ഫംഗ്ഷൻ എന്താ പറഞ്ഞത്? ഇറ്റ് പ്രൊഡ്യൂസ് റൈബോസോം. എന്താണിത്? റൈബോസോം ഫാക്ടറിയാണ് അല്ലേ. റൈബോസോമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് എന്തിനുള്ളത്? ഈ ന്യൂക്ലിയോലസിന് ഉള്ളത്. പിന്നെ ഇതിനുള്ളിൽ എന്ത് കാണപ്പെടുന്നു? നമ്മളുടെ ജനറ്റിക് മെറ്റീരിയൽ DNA കാണപ്പെടുന്നില്ലേ. DNA പ്രസൻ്റ് ആണ് ഇവിടെ. ന്യൂക്ലിയസിനുള്ളിൽ DNA കാണപ്പെടുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഫോർ more videos, like and share. Subscribe my channel. Bye bye. See you in next video.